എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാം മൃത്യോർമോക്ഷീയമാമൃതാത്. ഈ മന്ത്രത്തെ കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ഈ മന്ത്രത്തെയാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് അറിയപ്പെടുന്നത്. ഈ മന്ത്രം ഉണ്ടാകാനുള്ള സാഹചര്യത്തെപ്പറ്റിയും ഈ മന്ത്രത്തിൻ്റെ അർത്ഥവുമാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽബട്ടണിൽ അമർത്തുക. കാരണം സത്യസന്ധമായ വാസ്തുശാസ്ത്ര രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. പ്രിയരെ, മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ ചൊല്ലുന്ന ആളിന് മൃത്യുദേവൻ പോലും അടുക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. മൃത്യുഞ്ജയ മന്ത്രം അത്ര ശക്തിയേറിയ മന്ത്രമാണെന്ന് പറയപ്പെടുന്നു. ഇത് നിത്യേന ചൊല്ലുന്നവർക്ക് മഹാദേവൻ്റെ കൃപാകടാക്ഷം എപ്പോഴും കൂടെ ഉണ്ടാകും. പ്രശസ്തി, ദീർഘായുസ്, സർവ്വ ഐശ്വര്യങ്ങൾ, മോക്ഷപ്രാപ്തി ഇവയെല്ലാം ഈ മന്ത്രജപത്തിലൂടെ നേടിയെടുക്കാവുന്നതാണ്. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ തുടർച്ച, അതായത് മഹാമൃത്യുഞ്ജയ മന്ത്രം ഉണ്ടാകാനിടയായ സാഹചര്യം വിവരിക്കുന്ന ഒരു ചെറിയ കഥയാണ് ആദ്യം പറയാൻ പോകുന്നത്. മൃഗണ്ഡ മുനിയുടെയും പത്നിയായ മരുത്പതിയുടെയും പുത്രനായ മാർക്കണ്ഡേയനാണത്രേ ഈ മന്ത്രത്തെ രചിച്ചതെന്നും അല്ല ഈ മന്ത്രത്തെ ശിവഭഗവാൻ മാർക്കണ്ഡേയന് ഉപദേശിച്ചു കൊടുത്തതെന്നും അറിയപ്പെടുന്നു. ഒരുപാട് നാളായി പുത്രപ്രാപ്തിക്കായി മൃഗണ്ഡു ദമ്പതികൾ വിഷമിച്ചിരിക്കുകയായിരുന്നെന്നും പുത്രലബ്ധിക്കായി ഭഗവാൻ ശിവനെ മൃഗണ്ഡു മുനി തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് പുത്രപ്രാപ്തിക്കായുള്ള വരം കൊടുക്കുകയും ചെയ്യുന്നു. പുത്രലബ്ധി ഭാഗ്യം ലഭിച്ച മൃഗണ്ഡമുനി സന്തോഷത്താൽ ശിവഭഗവാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതിരിക്കുകയും ശിവഭഗവാൻ അവസാനം പുത്രലബ്ധിക്ക് ശേഷം നിനക്ക് ഒരു ദുഃഖകരമായ കാര്യം അറിയേണ്ടി വരുമെന്നും പറഞ്ഞതിന് ശേഷം ശിവഭഗവാൻ മറയുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജ്യോതിഷപ്രകാരം പുത്രൻ്റെ അൽപായുവിനെ പറ്റി മനസ്സിലാക്കുകയും മൃഗണ്ഡമുനിയും മരുത്മതിയും വളരെ ദുഃഖിതരാകുകയും ചെയ്യുന്നു. മാർക്കണ്ഡേയൻ വളരുന്നതനുസരിച്ച് മാതാപിതാക്കളുടെ ദുഃഖവും കൂടിക്കൂടി വരുന്നു. മാർക്കണ്ഡേയൻ തൻ്റെ ആയുസ്സിനെ പറ്റി അറിഞ്ഞതിന് ശേഷം ശിവഭഗവാനിൽ നിന്ന് തന്നെ താൻ ദീർഘായുസ് നേടിയെടുക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം എഴുതുകയും ചെയ്തു എന്നാണ് ഒരു കഥ പറയുന്നത്. തൻ്റെ മരണസമയത്തിന് തൊട്ടു മുമ്പ് തന്നെ ഒരു ശിവലിംഗത്തിൻ്റെ അടുത്തിരുന്ന് താൻ രചിച്ച മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിക്കൊണ്ട് ശിവനെ ആരാധിച്ചു തുടങ്ങിയെന്നും മരണസമയത്ത് യമദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ശിവനെ ആരാധിച്ചിരുന്ന മാർക്കണ്ഡേയനെ തൊടാൻ ഭയപ്പെട്ട് തിരിച്ചു പോവുകയും ഇക്കാര്യമറിഞ്ഞ യമദേവൻ തന്നെ മാർക്കണ്ഡേയനെ ബലമായി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. യമദേവൻ തൻ്റെ കുരുക്കിയെറിഞ്ഞ കയറുകൊണ്ട് വലിക്കുകയും ശിവലിംഗം ഇളകുകയും ചെയ്തു. ആ സമയം കോപാകുലനായ ശിവഭഗവാൻ ഉഗ്രരൂപം പ്രാപിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടു. യമദേവൻ ഭയന്നുകൊണ്ട് ശിവഭഗവാനോടായി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എനിക്ക് ഈ നീചമായ കർമ്മം ചെയ്യാൻ പറഞ്ഞത് താങ്കളാണ്. അങ്ങയുടെ ആജ്ഞപ്രകാരമാണ് ഞാൻ ഈ കർമ്മം ചെയ്യാൻ ഇവിടെ വന്നത്. അങ്ങ് തന്നെ എന്നെ തടസ്സപ്പെടുത്തുകയാണല്ലോ എന്ന് ചോദിക്കുകയും അപ്പോൾ മഹാദേവൻ പറഞ്ഞു, മാർക്കണ്ഡേയന് ഞാൻ ദീർഘായുസിനുള്ള വരം നൽകുവാൻ പോവുകയാണ്. അതിനാൽ താങ്കൾ ഇപ്പോൾ തിരികെ പോകണം. അതേസമയം മഹാദേവൻ മാർക്കണ്ഡേയന് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണത്രേ മഹാമൃത്യുഞ്ജയ മന്ത്രം. അവിടെയുണ്ടായിരുന്ന യമദേവൻ അപ്പോൾ മഹാദേവനായി വാക്കുകൊടുത്തു, ആരാണോ മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ ചൊല്ലുന്നത് അയാളെ അകാല മൃത്യു ബാധിക്കില്ല എന്ന്
യമദേവൻ വാക്കുകൊടുക്കുകയും ചെയ്തു. ഇതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ കഥാസാരം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാം മൃത്യോർമോക്ഷീയമാമൃതാത്. ഇനി ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ത്രയംബകം, ഈ പദം മഹാദേവൻ്റെ 3 നേത്രങ്ങളെ പ്രതീകമാക്കുന്നു. ഇതിൽ ത്രയം എന്നാൽ 3 എന്നും അംബകം എന്നാൽ കണ്ണുകൾ എന്നുമാണ് അർത്ഥം. ഇത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ അഥവാ ത്രിമൂർത്തികളുടെ പ്രതീകമാണ്. ഈ പദത്തെ അല്പം കൂടി ആഴത്തിൽ നോക്കിയാൽ ഇതിലൊന്നുകൂടിയുണ്ട്. അംബ അഥവാ മഹാശക്തി. ഇതിൽ ലക്ഷ്മി, സരസ്വതി, പാർവതി ഇവരുടെ പേരും അടങ്ങിയിരിക്കുന്നു. അതായത് ത്രയംബകം എന്ന ശബ്ദത്തിൽ ശിവൻ്റെയും ശക്തിയുടെയും വാസമുണ്ട്. യജാമഹേ, അതായത് താങ്കളുടെ ഗുണഗണങ്ങൾ ഞാൻ വാഴ്ത്തുന്നു. സുഗന്ധി, അതായത് സുഗന്ധം, ജ്ഞാനപ്രഭുവിൻ്റെ ഉപസ്ഥിതിയാൽ കിട്ടുന്ന, ആത്മബലത്തിൽ കിട്ടുന്ന സുഗന്ധം. ഈ സുഗന്ധത്താൽ ത്രയംബകത്തിനെ ആരാധിക്കുന്നു. പുഷ്ടിവർദ്ധനം, ഈ ലോകം മുഴുവനും നിന്നിൽ തുടങ്ങുന്നു, നിന്നിൽ തന്നെ അവസാനിക്കുന്നു. പുഷ്ടിവർദ്ധനം എന്നാൽ നിന്നിൽ ആദ്യവുമില്ല അന്ത്യവുമില്ല. നമ്മൾ എല്ലാ പേരും നിൻ്റെ സന്താനങ്ങളാണ്. താങ്കളാണ് നമ്മളുടെ പരംപിതാവ്. താങ്കൾക്ക് മാത്രമേ നമുക്ക് വരം നൽകാനാകൂ എന്നാണ് പുഷ്ടിവർദ്ധനം എന്ന വാക്കിൻ്റെ അർത്ഥം കുറിക്കുന്നത്. ഉർവാരുകമേവ്, ഉർവ എന്നാൽ വിശാലം എന്നാണ്. ഋകുമേവ് എന്നാൽ രോഗം. നമുക്ക് വിശാലമായ രോഗങ്ങൾ പിടിപെട്ടിരിക്കുകയാണ്. ആ രോഗങ്ങൾ അവിദ്യ, അസത്യം എന്നിവ കൊണ്ടുണ്ടാകുന്ന ബലഹീനതയാണ്. ബന്ധന, ഇതിനെ ഉർവാരുകമേവ് എന്ന ശബ്ദത്തോടു കൂടി ചേർത്ത് ചൊല്ലേണ്ടതാണ്. ഈ അവഗുണങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മൃത്യോർ മോക്ഷയ, മുകളിൽ പറഞ്ഞ അവഗുണങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ആകസ്മിക മരണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുക. മാമൃതാത്, താങ്കൾ തന്നെ നമുക്ക് അമൃതം പ്രദാനം ചെയ്താലും അതിൽ നിന്നും നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുവാനായി. ഇതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ സാരാംശം. അടുത്തൊരു അധ്യായത്തിൽ ഈ മന്ത്രത്തിനെ സിദ്ധി വരുത്തുന്ന വിധവും ഈ മന്ത്രം സിദ്ധി വരുത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും അടുത്തൊരു അധ്യായത്തിൽ പറയുന്നതായിരിക്കും. ഈ അധ്യായത്തിൽ പറഞ്ഞ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇതിനെ ഷെയർ ചെയ്യുക. അടുത്ത അധ്യായത്തിൽ കാണും വരയ്ക്കും നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.